നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ചാലുവിൽ പലപ്പോഴും ഒരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉടമ്പടിയുടെ ചില വിഷയങ്ങളുടെ പേരിൽ ചിലപ്പോൾ അതിൻ്റെ പ്രാർത്ഥനാ ബന്ധത്തിൻ്റെ ആ ഒരു വഴികളിലെ ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ലാസർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ആ അവസ്ഥ ക്രിയേറ്റഡ് ബൈ ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്? അവളെല്ലാം ഉണ്ടായതല്ല. അതായത് കർത്താവിൻ്റെ പരിപാലനയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളാണത്. അപ്പം കർത്താവിന് ലക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം നിനക്ക് ഒരു കാര്യം താമസിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വീട് താമസിക്കുന്നു, അല്ലെങ്കിൽ മക്കളുടെ നന്മയിലേക്ക് വരാനുള്ള തിരിച്ചുവരവ് താമസിക്കുന്നു. അപ്പം നീ അത് ഞാനത് പോയതാരെ കൂട്ടിയെന്ന്. ചില ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഈ മക്കളൊക്കെ ചില സമയത്തൊക്കെ അവർ പ്രാർത്ഥിക്കും. ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ കണ്ടവൻ്റെ പുറകെ പോയാലും തന്നെ നിങ്ങൾ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാര്യം എന്താ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തം. അതിന് ദൈവത്തോട് ചെയ്യാൻ പറ്റണത് എന്താണ്? അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ കുഴപ്പങ്ങളിലല്ല പോയത്. അവരുടെ ഒരു പെട്ടെന്നുണ്ടായിരുന്ന എന്താണ് ഹൃദയത്തിൽ വഞ്ചന വരികയില്ല ചില സമയത്ത്. അങ്ങനെ ഒരു വചനമുണ്ട് 44 ഐസയ 44:20. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. വെണ്ണീർ ഭുജിക്കുന്നു, അവൻ വെണ്ണീർ ഭുജിക്കുന്നു. അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. അങ്ങനെ സംഭവിക്കാം മക്കൾക്ക്. ഇപ്പം സങ്കര വിവാഹമൊക്കെ നടക്കണം അങ്ങനെയാണ് ഈ സംഭവമാണ്. അവന് വെണ്ണീർ ഭുജിക്കുന്നു. പക്ഷത്തിന് പകരം കർത്താവിൻ്റെ ദിവ്യ കുർബാന സ്വീകരിക്കാൻ കഴിവുണ്ടായിരുന്ന ആളാണ്. അതിന് പകരം എന്താണ്? വെണ്ണീർ ഭുജിക്കുന്നു. ദിവ്യകുർബാന ജീവൻ്റെ അപ്പം, നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കാൻ അർഹതയുണ്ടായിരുന്ന ആളാണ്. പക്ഷേ എന്ത് പറ്റി? അവൻ്റെ 44:20 ഒന്ന് വായിച്ചേ. അവൻ വെണ്ണീർ ഭുജിക്കുന്നു, അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം, അല്ലെങ്കിൽ അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിച്ചു, അല്ലെങ്കിൽ അവളെ വഴിതെറ്റിച്ചു. വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനം പെട്ടെന്ന് ദൈവത്തെ മറന്നു കളയും. നമ്മുടെ ബുദ്ധിക്കും ബോധത്തിനും ശരീരത്തിനൊക്കെ പറ്റുന്ന ഒരാളെ കണ്ട നമ്മൾ വിശ്വാസം നോക്കാതെ, ഇപ്പം വിശ്വാസം വിറ്റ് തന്നെ ആൾക്കാർ അത് വാങ്ങിക്കും. കാര്യം ഈശോ പറഞ്ഞത് നമ്മളുടെ ആസ്തികളെ വിറ്റിട്ട് വിശ്വാസം വാങ്ങിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷേ സാത്താൻ പറഞ്ഞത് വിശ്വാസം വിറ്റിട്ട് പുറത്തുള്ള ലോകത്തിൻ്റെ നന്മകളെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ പോലെ 40-20 സംഭവിക്കും. എന്താണ്? അവർ വെണ്ണീർ ഭുജിക്കും. കാരണം എന്താണ്? അവർ വഞ്ചിക്കപ്പെട്ട ഹൃദയം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോണ പെൺപേരില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ വരണത്. അവർ അങ്ങനെ പോകുന്നവരെ ഞാൻ കുറ്റം പറയണതല്ല. പോകുന്നവരുടെ മേലെ അമ്മയ്ക്കും അപ്പനും ഒരു കണ്ണുണ്ടാവും എപ്പോഴും. അവർ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ മക്കളെയൊക്കെ നമ്മൾ കാനഡ ആയാലും അമേരിക്കയിലും സ്വിറ്റ്സർലൻഡൊക്കെ വിടുന്നുണ്ട്. വിടാൻ വേണ്ടി എന്തുമാത്രം ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ആൾക്കാരെ. പക്ഷേ ഉടമ്പടി ചെയ്ത് അവർ പോയി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? മകനെ, ബാങ്ക് ലോണുകാർ ഇന്നലെ പേപ്പർ വിട്ടായിരുന്നു, പൈസ ആയില്ലേ? ആ പൈസ അപ്പോൾ പറഞ്ഞ് അതിപ്പോൾ കിട്ടും. ഇപ്പോൾ ഈ പ്രാവശ്യത്തത് വാടക കൊടുത്തു, ഞങ്ങളൊരു വീടെടുക്കാൻ പോകുന്നുണ്ട്, ആനയെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കും. അപ്പോൾ അമ്മ പറയും, നീ അതൊന്നും എന്നോട് സംസാരിക്കണ്ട, ബാങ്കുകാർ വീടും ജപ്തി ചെയ്തുകൊണ്ട് പോകുകയുള്ളൂ, നീ എന്നെ പെണ്ണുമ്പിളക്ക് കാശ് കൊടുത്തിട്ടാണ്. വിഷയം മാറി. ഈ വേറെ രാജ്യത്ത് താമസിക്കുന്നതിനോട് അവർ ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് പറയത്തില്ലേ? അതോടുകൂടി അമ്മയും മകനും തെറ്റി. പിന്നെ കാശുമില്ല, ആളുമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. എൻ്റെ മക്കളെ, എന്തൊക്കെ പറഞ്ഞാൽ ഈ കൈവിട്ട് നിൽക്കുന്നവരോട് വളരെ പാകതയോടെ സംസാരിക്കണം. കൈവിടാതെ ഞാൻ ഒരു ദിവസം ഈ യോർദാനിലൊക്കെ പോയി ഇറങ്ങി. ഒരു ദിവസം ഒരു ദുഃഖ വെള്ളിയാഴ്ച, അത് മഴയും പെയ്തു, യോർദാനിൽ മഴ പെയ്യണ ദിവസമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ദുഃഖ വെള്ളിയാഴ്ചയോ കർത്താവോ ആരും അറിയാത്ത ഒരു ജനത, ആ അന്തരീക്ഷം പോലും ദുഃഖ വെള്ളിയാഴ്ച അന്തരീക്ഷമല്ല. നമ്മൾ അറിയുന്നവരാരുമില്ല. ഞാനോർത്ത് എൻ്റെ ദുഃഖ വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരെ ഞാൻ ജോർദാനിൽ വെച്ച് അറിയണത്. ഇത്രയും വലിയൊരു നഷ്ടമായി പോയില്ലെന്ന് ഈ ഒരു വരവ്. അതിൻ്റെ കേട് ഞാൻ തീർത്ത ജോർദാനിൽ ഇറങ്ങി
1 മണിക്കൂർ നിന്ന് ജോർദാൻ നദി ഇറങ്ങി കൊന്തയിലാണത് എൻ്റെ സങ്കടം തീർത്തത്. പക്ഷേ ചില സമയത്ത് കൈവിട്ടാൽ, നമ്മൾ ഇവിടുന്ന് പോയാൽ എപ്പോഴും നമ്മളറിയണം വേറെ ഒരാളാണ് നമ്മൾ. അതിൻ്റെ ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ കുറേ സൗമ്യതയും കുറേ ശാന്തതയും ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പോകും. അത് വളരെ അമ്മമാരോട് അവർക്ക് വേണ്ടി ഇൻ കേസ് ഈ വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിൽ ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു പണ്ടത്തെ പോലെയുള്ളൊരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം, അവൻ്റെ ഹൃദയം വഞ്ചിക്കപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കണം. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ അമ്മയെപ്പോലെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ വിഷയം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, അമ്മയെന്ന രീതിയിൽ ബാങ്ക് ലോൺ അടക്കാനായല്ലോ, ബാങ്കുകാരെ പേപ്പർ വിട്ടിട്ടുണ്ടല്ലോ, പിന്നെ അനിയത്തിയുടെ മകളുടെ ബൗത്തീസ് വരുന്നല്ലോ, ബൗത്തീസ് വരുന്നല്ലോ, അനിയത്തിക്ക് പെങ്ങൾക്ക് പെങ്ങളുടെ മകൻ്റെ കുർബാനയ്ക്കുള്ളപ്പോഴാണല്ലോ, അങ്ങനെയാണല്ല ഇങ്ങനെയാണല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ അവരോട് പറയും. അതിനൊക്കെ ഇല്ലേ ഞാൻ പൈസ അയക്കുന്നുണ്ട് അമ്മ നോക്കിയില്ലേ, കഴിഞ്ഞ ആഴ്ച തന്നതിന് കഴിഞ്ഞ മാസം തന്നതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നിരിക്കണത്, അതൊക്കെ അതൊക്കെ ഇവിടെ തീർന്നല്ല, അതൊക്കെ ഇവിടെ തീർന്നല്ല എന്ന് പറയും. ഇങ്ങനെ കാശ് അയക്കണില്ലെന്നല്ലാതെ നീ കഴിഞ്ഞ ദിവസം കുർബാനയ്ക്ക് പോയായിരുന്നോ, നോൻപായിരുന്നല്ല തുടങ്ങിയത് എന്ന് അമ്മമാർ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഉഡായിപ്പ് അമ്മയാണ്. അമ്മയുടെ വേഷം കെട്ടി നടക്കണ സാക്ഷാತ್ തള്ള. എന്താ കാര്യം? അമ്മയാണെങ്കിൽ ദൈവപൈതലിൻ്റെ മക്കളെ അമ്മേനെയാണ് മാതാവിനെ അമ്മയെന്ന് വിളിക്കണത്. സാധാരണ മനുഷ്യന്മാരെ ജനിപ്പിക്കണത് ആൾക്കാരൊക്കെ തള്ളെന്ന് വിളിക്കണത് ഇല്ലേ, തള്ളപ്പട്ടി തള്ളപ്പശു എന്നൊക്കെ പറയത്തില്ല നമ്മൾ. അങ്ങനെ ദൈവത്തിനെക്കുറിച്ച് ചോദിക്കണം അവരോട്. എന്നിട്ട് നീ വചനം വായിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇവൻ കയറിപ്പോണ വരെ മുഴുവൻ പ്രാർത്ഥന, കയറിക്കഴിഞ്ഞാൽ മുഴുവനും പണം, അങ്ങനെ രീതി പോകരുത്. ഈ വിഷയത്തിലെല്ലാം ഹൃദയം വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു, മനുഷ്യനെ വഴിതെറ്റിക്കണം. അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയ്ക്കും അപ്പനും കാവലുണ്ട്, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു കാവലുണ്ട്. അപ്പം അത് നമ്മുടെ ജോലിയാണത്. നമ്മൾ വാച്ച്മാനാണ് ആ കാര്യത്തിൽ. വാച്ച്മാനും വാച്ച് ഉമ്മണും നമ്മുടെ കയ്യിൽ നിന്ന് കാണാമറയത്ത് പോയ മക്കൾക്ക് നമ്മൾ വാച്ച്മാനായ ദൈവത്തിരുസന്നിധിയിൽ നിൽക്കും. കാണാമറയത്ത് പോയ മക്കൾക്ക് വേണ്ടി നമ്മൾ വാച്ച് ഉമ്മണായിട്ട് കർത്താവിന് തിരുസന്നിധിയിൽ നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ആ ബോധം ഉണ്ടായി ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നൽകും. അത് നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങൾ ദൈവതിരുസന്നിധിയിലാണ് അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ നിൻ്റെ മകൻ നിനക്ക് നഷ്ടപ്പെടത്തില്ല, നിൻ്റെ മകൾ നിനക്ക് നഷ്ടപ്പെടത്തില്ല, കുടുംബത്തിൽ നഷ്ടപ്പെടത്തില്ല. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗമുള്ളിടത്തെല്ലാം കർത്താവ് കൃപ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. മഴ പോലെ കർത്താവ് വചനങ്ങൾ, പുതിയ വചനങ്ങൾ എടുത്ത് നമുക്ക് തന്നു. കർത്താവ് വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ നൽകി, ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ നമുക്ക് തന്നു. ഇതെല്ലാം ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ സങ്കീർത്തനം 119:75 അനുസരിച്ച് കൊണ്ട് വിശ്വസ്തതയാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് രോഗമുള്ളത്, കൈ നെഞ്ചത്ത് വെച്ച് നെഞ്ചിലെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തൊണ്ടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കാം, പിൻകഴുത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം, അടിവയറ്റിൽ വെച്ച് സമർച്ച് പ്രാർത്ഥിക്കാം. എവിടെയാണ് നിൻ്റെ കൈകൾ, എവിടെയാണ് നിനക്ക് വേദന ഉള്ളത്? കരളിനാണോ, കഴുത്തിനാണോ, ഹൃദയത്തിനാണോ, ശിരസിനാണോ, പ്രഷറിനാണോ, എവിടെയാണ് വേദനയുള്ളത്? വാതരോഗികളെ കൈ പിണച്ചു വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. വിവിധ രോഗികൾ കർത്താവേ, ഇപ്പോഴേ അങ്ങയുടെ തിരുസന്നിധി, അങ്ങയുടെ അമ്മയുടെ
മധ്യസ്ഥത്തിൽ ഈശോയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ രോഗത്തിൻ്റെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവേ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ കോശങ്ങളിലും ഓരോ ശ്വാസങ്ങളിലും വരുന്ന രോഗങ്ങളെ കർത്താവേ, നിന്റെ നിശ്വാസത്താൽ കർത്താവേ നീ അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞരമ്പുകളിലെ, നാഡികളിലെ, കോശങ്ങളിലെ, പേശികളിലെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങള്, തിരവ്യാധികള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, മക്കൾ ദുർനടപ്പിൽ പോയവര്, ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് സാമ്പത്തിക ബാധ്യതപ്പെട്ടിരിക്കുന്നവർ, ചെറിയ വരുമാനം കൊണ്ട് കർത്താവ് കുടുംബം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, കർത്താവ് ഓരോ സ്ഥലത്ത് കർത്താവ് നടന്നെറുകട്ടെ, വണ്ടി കയറാത്തവർ, നടന്നു പോകാത്തവർ, ആരും വിൽക്കാത്തവർ, പുരയിടങ്ങൾ, ആരും വാങ്ങാത്ത പുരയിടങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ സംഭവം ഏടാകുടങ്ങളിലും കാട്ടിലും മേട്ടിലും കർത്താവ് അകപ്പെട്ട് ജീവിക്കുന്നവരെ, കർത്താവ് പെമ്മക്കൾ മാത്രമുള്ള കാരണം അവരെ വിട്ടും വെച്ചവരോടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥകളിലുള്ളവർ, ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കർത്താവ് മക്കൾ അനുഭവിക്കണം ഈശോയെ. ഓരോരോ രാജ്യത്ത് പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, പരീക്ഷ തോക്കുന്നവർ, കർത്താവ് പരീക്ഷ കർത്താവ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ശരീരത്തിൽ കർത്താവ് മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ, ഗർഭപാത്രത്തിൽ സിസ്റ്റുള്ളവർ കർത്താവ്, RSS ഉള്ളവർ, അൾസർ രോഗികൾ കർത്താവ്, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ കർത്താവ്, നടുവിലെ വേദന ഒരു കിഡ്നി രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസ് അസുഖമുള്ള കർത്താവ്, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ കർത്താവ്, തലച്ചോറ് കർത്താവ്, മരയിപ്പുള്ളവർ, ബ്ലോക്കായവർ, സ്ട്രോക്കായവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ കർത്താവ് ബ്ലോക്കുള്ളവർ, തലച്ചോറിന് സ്ട്രോക്കുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, മാരക രോഗങ്ങള് യേശുനാമത്തിൽ, അമ്മ മാതാവിന്റെ മധ്യസ്ഥതയില് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടിയിൽ നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ. അതീവമായ ദിവ്യകൃപ ചിന്തിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. നീ മുട്ടയിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. കൃപാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ജ്വലിച്ച് നിൽക്കുന്ന ഈശോ, തൻ്റെ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിൻ്റെ സങ്കടങ്ങളെ സമർപ്പിക്കുക. അച്ഛൻ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ സങ്കടങ്ങൾ എപ്പോഴും സമർപ്പിക്കുക. നമുക്ക് സമാപനാശീർവാദമാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. ഇരു കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുദ്ര പതിക്കപ്പെടുകയാണ്. കർത്താവായ ഈശോയുടെ വലിയ അഭിഷേക ശക്തി ഈ ആരാധനയിലൂടെ നൽകപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ രോഗങ്ങളുടെ മേൽ, ദുരിതങ്ങളുടെ മേലും ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതിയുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെടുത്ത മക്കളെ അവരെ സ്പർശിക്കണമേ, അവരുടെ ആർത്തി യോഗം ഏറ്റെടുക്കണമേ. കർത്താവേ, അനേകായിരം പേര് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പുറത്തിലൂടെ സ്വീകരിച്ചു പോയ രോഗികളെ കർത്താവേ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. കൊറോണ വൈറസ് രോഗികള്, ഒമിക്രോൺ വൈറസ് രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഈ ശുശ്രൂഷ കർത്താവേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ടെലിവിഷൻ ചാനലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്നവരെ അവിടെ നിയോഗങ്ങളെ സ്പർശിക്കണമേ. ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ പ്രാർത്ഥിച്ചവരെ
സ്പർശിക്കണമേ കർത്താവേ. ലോകം മുഴുവനായിരിക്കും ഓരോ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. തിരുസഭയെ സ്പർശിക്കണമേ കർത്താവേ. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കാൻ കർത്താവേ. അമ്മയുടെ ഭക്തി ലോകം മുഴുവനും അഭിഷേകമായി തീരാൻ, ഉടമ്പടി പ്രാർത്ഥന ലോകം മുഴുവൻ ജനതയ്ക്ക് അനുഗ്രഹമായി തീരാൻ കർത്താവേ തിരുസഭയെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ചേർത്ത് പിടിക്കുന്ന നന്ദി പറയുന്നു. ഓരോ അഭിഷേകമാണ് നന്ദി പറയുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ തലസ്വമി നിയോഗങ്ങളും നന്ദി. അമ്മേ പരിശുദ്ധ